ഇടുക്കി പൂപ്പാറ തോണ്ടിമലയിൽ കാട്ടാന ആക്രമണം. പ്രദേശത്ത് ഇറങ്ങിയ ചക്കക്കൊമ്പൻ ഏലത്തോട്ടം നശിപ്പിച്ചു. 3 ദിവസമായി ചക്കക്കൊമ്പൻ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു. பிள்ளைக்கு ஃபீஸ் கட்ட முடியல. 50,000 நான் கட்டணும். இல்லை நீ காலேஜ் எங்கண்ணா சனிக்கிழமை வர்றோம். വിവരങ്ങളുമായി പ്രിൻസ് ചേരുന്നുണ്ട്. പ്രിൻസ്, ഈ ചക്കക്കൊമ്പന്റെ അടക്കമുള്ള കാട്ടാന ആക്രമണം അത് പതിവാണ് ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെയും. ഇപ്പോൾ ഏലത്തോട്ടത്തിൽ ചക്കക്കൊമ്പൻ കയറി വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് വരുത്തിയിരിക്കുന്നത്. 3 ദിവസമായി ഇവിടെ ഈ ചക്കക്കൊമ്പൻ തമ്പടിച്ചിരിക്കുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്, അല്ലേ? വിജയം, 3 ദിവസമായി ചക്കക്കൊമ്പൻ സാന്നിധ്യം ഈ തോണ്ടിമല മേഖലയിലുണ്ട്. 1.5 ഏക്കറോളം ഭൂമിയിൽ പൂർണ്ണമായും നശിപ്പിച്ചു. പ്രദേശവാസിയായ ഇസ്രായേൽ എന്ന വ്യക്തി പാട്ടത്തിനെടുത്ത ഭൂമിയിലെ കൃഷിയാണ് നശിപ്പിച്ചത്. ബാങ്ക് വായ്പയൊക്കെ എടുത്താണ് കൃഷി നടത്തിക്കെടുത്തത്. ഇതോടെ കൃഷി നശിച്ചതോടെ പാട്ടത്തുകയും വായ്പയും തിരിച്ചടയ്ക്കാൻ വരാത്ത സാഹചര്യത്തിലാണ് കുടുംബം. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ സൂര്യനെല്ലിയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരു താൽക്കാലിക ഷെഡ് നിർമ്മിച്ചിരുന്നു. ഇത് കൃഷിയിടത്തിൽ കാർഷിക ജോലികളുടെ ആവശ്യങ്ങൾക്കായിരുന്നു. അപ്പം ഈ ചക്കക്കൊമ്പൻ 3 ദിവസമായി ഈ തോണ്ടിമല മേഖലയിലെ വിവിധ കാർഷിക മേഖലകളിലേക്ക് ഇറങ്ങുകയും നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഒറ്റയന്മാരുടെ ആക്രമണം തുടർച്ചയായി തന്നെ ചിന്നക്കണ ചന്നന്മാർ പഞ്ചായത്തുകളിൽ തുടരുന്ന സാഹചര്യമാണുള്ളത്. അരിക്കൊമ്പന്റെയും ചക്കക്കൊമ്പൻ, മൊട്ടവാൾ തുടങ്ങിയ കാട്ടാനകൾ എല്ലാ ദിവസവും തന്നെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നു, തോട്ടം മേഖലയിലേക്ക് ഇറങ്ങുന്നതൊക്കെ അവസ്ഥയാണുള്ളത്. ഈ വനം വകുപ്പിന്റെ എന്തെങ്കിലും നടപടികൾ ഇതിനെതിരെ നടക്കുന്നുണ്ടോ? കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാട് നിന്നുള്ള പ്രത്യേക ദൗത്യ സംഘം മേഖലയിൽ പരിശോധന നടത്തുകയും അരിക്കൊമ്പനെ മയക്കോടി വെച്ച് പിടികൂടുന്ന അടക്കമുള്ള നിർദ്ദേശങ്ങൾ സർക്കിൾ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ ഇതിന് തുടർന്ന് നടപടി ഉണ്ടായിട്ടില്ല. മേഖലയിൽ ഇപ്പോഴും വലിയ ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ഈ ആരെയെ പിടികൂടുമെന്നുള്ള ഉറപ്പുണ്ടായെങ്കിൽ പോലും പിന്നീടുള്ള നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഒപ്പം ഈ ചക്കക്കൊമ്പനെയും മുട്ടവാളം പോലുള്ള ഒറ്റയന്മാരെ റേഡിയോ കോളുകൾ ഘടിപ്പിച്ച് നിരീക്ഷിക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനവും ഉണ്ടായെങ്കിലും ഇതിനുമായിട്ടുള്ള തുടർ നടപടികളൊന്നും ഉണ്ടാകാത്തൊരു സാഹചര്യമുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ശക്തി കൊല്ലപ്പെട്ട ഒരു ഇതിനെ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങളെ തുടർന്ന് വനംവകുപ്പ് മന്ത്രിയുടെയൊക്കെ അധ്യക്ഷതയിൽ യോഗം ചേരുകയും പ്രദേശത്ത് സോളാർ ഫെൻസിംഗ് അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിച്ചിരുന്നു. തമിഴ്ന സ്റ്റേറ്റിലെ റേഷൻ കടയ്ക്കും സമീപ ഭാഗത്ത് ചുറ്റുമായി സോളാർ ഫെൻസിംഗ് സ്ഥാപിച്ചെങ്കിലും മൊത്തത്തിൽ ഏകദേശം 21.5 കിലോമീറ്ററിലധികം ദൈർഘ്യത്തിൽ തോട്ടം മേഖലയിൽ ഫെൻസിംഗ് സ്ഥാപിക്കുമെന്നുള്ളൊരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. എന്നാൽ ഇതിനുള്ള നടപടികളൊന്നും ഇതുവരെ കൃത്യമായി ആരംഭിച്ചിട്ടില്ല. ശരി, പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കി പൂപ്പാറ തോണ്ടിമലയിലാണ് കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നത്. പ്രദേശത്ത് ഇറങ്ങിയ ചക്കക്കൊമ്പൻ ഏലത്തോട്ടം നശിപ്പിച്ചിരിക്കുന്നു. 3 ദിവസമായി ചക്കക്കൊമ്പൻ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നതായാണ് നാട്ടുകാർ പറയുന്നത്.